റേഷൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഒപ്പീനിയൻ നമ്മൾ എല്ലാ പ്രാവശ്യവും മറ്റ് സിനിമകളെക്കുറിച്ച് പങ്കുവെക്കുന്ന കണക്ക് ഇന്ന് അതിൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ 5 സിനിമകൾ എങ്ങനെയാണോ പ്രേക്ഷകർ ഏറ്റെടുത്തത് അതുപോലെ തന്നെയാണ് 6ാമത്തെ സിനിമയായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയും ഏറ്റെടുത്തിരിക്കുന്നത്. ഗൗതം വാസുദേവ മേനോൻ്റെ ആദ്യത്തെ മലയാള സിനിമ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടൊരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡീഗ്രേഡിങ് എന്ന് പറയുന്ന ഒരു കലാപരിപാടിയായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം ആരുടെ ഫാൻസുകാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ വലിയ രീതിയിൽ ഇപ്പം ഞാൻ തന്നെ അതിൻ്റെ ഒരു ഒപ്പീനിയൻ പങ്കുവെച്ച് എൻ്റെ താഴെ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ പല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അഭിപ്രായം പറയുന്നതിനെ പറയണ്ട എന്നുള്ള രീതിയിലും അങ്ങനെ പല രീതിയിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് ആ വീഡിയോയുടെ താഴെ ഉൾപ്പെടെ പലയിടത്തും വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ നമ്മൾ ഒപ്പീനിയൻ പങ്കുവെച്ചത് കൂടാതെ മറ്റ് ഒപ്പീനിയൻ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പല ആൾക്കാരുടെ ഞാൻ നോക്കിയപ്പോഴും അവരെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അവർ പങ്കുവച്ചിരിക്കുന്നത്. കാര്യം വളരെ സിമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ, അതായത് ഈ സിനിമയുടേതായിട്ടുള്ള വലിയ ചേരുവകളൊന്നും ചേർക്കാത്ത രീതിയിൽ ഒരു സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ എന്ത് സംഭവിക്കും അതുപോലെ രീതിയിൽ വളരെ സിമ്പിളായിട്ട് കഥ പറഞ്ഞ് ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കണം. കാര്യം നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല. കാര്യം ഒരു സിനിമ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഇത്തരത്തിലുള്ളൊരു ഡീഗ്രേഡിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം ലാലേട്ടൻ്റെ ഫാൻസുകാരെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം മമ്മൂക്കയുടെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ ലാലേട്ടൻ്റെ തുടരുമെന്ന് പറയുന്ന സിനിമ ജനുവരി 30 വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മറ്റൊരു ഡേറ്റിലേക്ക് അവർ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ മാറ്റും എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റുമായിട്ട് ഇറങ്ങാതെ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പലർക്കും എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും ഞാൻ വളരെ നല്ല രീതിയിലാണ് ആ സിനിമയുടെ ഒരു ഒപ്പീനിയൻ പങ്കുവെച്ചതും തുടർന്നുള്ള പല ദിവസങ്ങളിൽ അതുമായിട്ട് അഭിപ്രായം പറഞ്ഞു. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിച്ചത് ലാലേട്ടൻ ഫാൻസുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. കാര്യം മമ്മൂക്ക ഫാൻസിൻ്റെ കയ്യിൽ നിന്നല്ല, ലാലേട്ടൻ ഫാൻസിൻ്റെ കയ്യിൽ നിന്നാണ്. കാര്യം ബറോസ് എന്ന് പറയുന്ന സിനിമ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്കും സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ ഫാൻസുകാർ തന്നെയാണ് ഈ ബറോസ് എന്ന് പറയുന്നതും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയും മോശമാക്കി കളയാൻ വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത്. അല്ലാതെ അത് മമ്മൂക്ക ഫാൻസിൻ്റെ മാത്രം തലയെ കൊണ്ടുവെക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഇത്തരത്തിലുള്ളൊരു ഡീഗ്രേഡിങ് എന്തിനെന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് ബറോസ് ഇറങ്ങിയ സമയത്തും അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്തും ഇയാൾ എവിടെ പോയി കിടന്നു അല്ലെങ്കിൽ താൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമായിരിക്കും പലരും ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒപ്പീനിയൻ പങ്കുവച്ചിരിക്കുന്ന ബറോസിൻ്റെയും അതുപോലെ മലൈക്കോട്ടെ വാലിബൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞതെന്ന്. കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വളരെ നല്ല രീതിയിലുള്ളൊരു സിനിമയാണ്. അത് കുടുംബമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോയി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. കാര്യം ആവശ്യത്തിന് മാത്രം നമുക്ക് പറയാവുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഫൈറ്റുകളോ അല്ലെങ്കിൽ നല്ല 1-2 സോങ്സോ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നർമ്മവും കൂടെ കലർന്ന രീതിയിൽ ഒരു കുറ്റാന്വേഷണ കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം പോയിരുന്ന് അത് കാണാൻ പറ്റുന്ന സിനിമയാണ്. കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷം കാര്യം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഈ പറയുന്ന കണക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഐഡിയകളിൽ നിന്ന് സിനിമ മോശമാണെന്നുള്ള പ്രചരണങ്ങൾ കൊടുത്തതിന് ശേഷം ഈ പടം മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ OTT വരുമ്പോൾ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നല്ലോ ഇതെന്താ തിയേറ്ററിൽ ഓടാഞ്ഞ് എന്നുള്ള ചോദിക്കേണ്ടി വരരുത്. കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിച്ചാൽ കാര്യം വളരെ ചെറിയ പൈസയ്ക്ക് നമുക്കറിയാം. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു മേക്കിംഗ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പങ്കുവെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വളരെ വലിയ രീതിയിലുള്ള പൈസയൊന്നും വാരി വലിച്ചിട്ട് ചെയ്ത സിനിമയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു പ്രതിഫലം പോയാൽ തന്നെയും അല്ലെങ്കിൽ അത് ഒഴിവാക്കി വെച്ചാൽ തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്ര ആവുമെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. കാര്യം ഇത്തരത്തിലുള്ള കൊച്ചു സിനിമകളും, അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു താരം അഭിനയിച്ചെന്നുള്ളത് ഒഴിച്ചാൽ ഒരു കൊച്ചു സിനിമ ഒരുക്കുന്നതിന് എന്ത് ബഡ്ജറ്റ് ആയിട്ട് വരും, ആ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളും നമ്മൾ നല്ല രീതിയിൽ കണ്ട് പ്രൊമോട്ട് ചെയ്യണം. കാര്യം അത്രയും നല്ല രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. കാര്യം ഒരു ത്രില്ലർ സ്വഭാവമുള്ള, അതോടൊപ്പം സസ്പെൻസ് നിലനിർത്തുന്ന, ട്വിസ്റ്റുകൾ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്ന രീതിയിലൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. അത് ഒട്ടും മോശമാവത്തില്ല. പ്രത്യേകിച്ച് മമ്മൂക്കയുടെയും ഗോകുൽ സുരേഷിൻ്റെയും പോലുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസുകളാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക. ഈ സിനിമ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് ഈ സിനിമ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്